ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഫിഷ് ബ്രേസ്ലെറ്റ് ആണ്. ആദ്യമായിട്ട് വേണ്ടിയത് ഇതുപോലൊരു ഫിഷിൻ്റെ സിമ്പിളാണ്. ഇതിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ റൗണ്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. നമുക്ക് അത് ചെയിൻ ഘടിപ്പിക്കാനുള്ള റൗണ്ടാണ് നമുക്ക് ഘടിപ്പിക്കാനുണ്ട്. അതുപോലെ ഇത് പല വലുപ്പത്തിൽ ഇത് കിട്ടും. ഇനി വേണ്ടിയത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചെയിനാണ്. ഈ ചെയിനും ഈ മുത്തുകൾ വിൽക്കുന്ന കടകളിൽ നിന്നാണ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ആമസോണിലും കിട്ടും. പല ഷേപ്പിലോ വലുപ്പത്തിലൊക്കെ ചെയിൻ കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ചെയിനാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയത് ഓപ്പൺ ജംപറിങ് 4 വേണം. ഓപ്പൺ ജംപറിങ് എന്ന് പറഞ്ഞാൽ ഒരു വശം നമുക്കിതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതാണ് ഓപ്പൺ ജംപറിങ്. അപ്പോൾ അതിങ്ങനെ ഒരു വശം പലതരത്തിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ടൂൾസ് രണ്ട് വശത്തും പിടിച്ചിട്ട് നമുക്ക് ഒരു വശം ഇങ്ങനെ ശകലം ഓപ്പൺ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഒരു വശം കൈ കൊണ്ട് പിടിക്കുക, ഒരു വശം ടൂൾസ് പിടിച്ചിട്ട് നമ്മൾ ഒരു വശം നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അത് തിരിച്ചു വയ്ക്കുമ്പോൾ ആണ് അത് ക്ലോസ് ചെയ്യുന്നത്. ഇനി വേണ്ടിയത് കൊളുത്താണ്. പലതരത്തിലെ കൊളുത്തുണ്ട്. നമ്മൾ ലോബ്സ്റ്റർ ക്ലാസ്പാണ് ഉപയോഗിക്കുന്നത്. ക്ലാസ്പ് അതായത് കൊളുത്ത് നമ്മൾക്ക് പല കളറിൽ പല വലുപ്പത്തിലൊക്കെ കിട്ടും. ഇത് ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് കിട്ടിക്കഴിഞ്ഞ് ഘടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ചില ഡിഫക്റ്റീവ് ഒക്കെ ആയിട്ട് വരും. അടുത്തതായിട്ട് വേണ്ടിയത് ഹെഡ് പിന്നാണ്. ഹെഡ് പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് ഒരു മൊട്ട് കാണും. അത് നമ്മളിങ്ങനെ ബീഡ്സൊക്കെ അതിൽ കോർത്ത് കഴിയുമ്പോൾ അത് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹെഡ് പിന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ആ മൊട്ട്, ഇതാണ് ആ മൊട്ട്, അതാണ് ഹെഡ് പിന്ന് കേട്ടോ. ചെറിയ ക്രിസ്റ്റൽ ബീഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ. അടുത്തതായിട്ട് വേണ്ടിയത് നീഡിൽ നോസ് പ്ലയർ ഫോർ ജ്വല്ലറി മേക്കിങ്ങും റൗണ്ട് നോസ് പ്ലയറും. പിന്നെ വേണ്ടിയത് ഒരു കട്ടറിന് പകരം ഞാൻ നെയിൽ കട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് എവിടെയാണോ നമ്മുടെ ബ്രേസ്ലെറ്റ് കെട്ടാൻ നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ അളന്നെടുക്കുക. അതപ്പോൾ ഞാൻ 7.5 ഇഞ്ചാണ് അളന്നെടുത്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഓർക്കണം, നമ്മുടെ കയ്യിൽ ആ ഫിഷ് സിമ്പലുണ്ട്, അതിൻ്റെ അളവും കൂടി നമ്മൾ അളക്കുമ്പോൾ ആ ഫിഷിൽ വട്ടക്കണ്ണിയില്ല റൗണ്ട്, അതുതൊട്ട് മറ്റേ വട്ടക്കണ്ണി വരെ 2 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ 7.5യിൽ നിന്ന് ഫിഷിൻ്റെ അളവ് കുറയ്ക്കുക, 2 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 5.5 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ഇത് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ നെയിൽ കട്ടർ കൊണ്ട് ആ ചെയിനിൽ നിന്ന് 5.5 ഇഞ്ച് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് ഓപ്പൺ ജംപറിങ് എടുക്കുക. ഓപ്പൺ ജംപറിങ്ങും ഈ ചെയിനും കൂടി ഈ ഫിഷിൻ്റെ ആ റൗണ്ടില്ലേ അതിലേക്ക് നമ്മൾ കൊളുത്തുക. അത് കൊളുത്താനായിട്ട് വളരെ ഈസിയാണ്. ഓപ്പൺ ജംപറിങ് നമ്മൾ എടുത്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഓപ്പൺ ചെയ്യുക. ഒത്തിരി ഓപ്പൺ ചെയ്ത് പോകരുത്. ഒരു വശത്തോട്ട് ഒരു ഭാഗം പിന്നെ ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പം ജംപറിങ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇത് ജംപറിങ് ഫിഷിലെ ഒരു റൗണ്ടില്ലേ അതിലേക്ക് നമ്മൾ കൊളുത്തുക. ഇതേപോലെ നമ്മൾ കൊളുത്തുക. അപ്പം ഇനി എന്താണ് ചെയ്യുന്നത്? ഇനി നമ്മൾ ആ ചെയിനിൻ്റെ ഒരറ്റം കൂടി ഈ ജംപറിങ്ങിലോട്ട് കൊളുത്തുക. അപ്പം 2 സംഗതികൾ ജംപറിങ്ങിലുണ്ട്, ചെയിനും ഉണ്ട്, ഫിഷും ഉണ്ട്. എന്നിട്ട് ജംപറിങ് നമുക്ക് ക്ലോസ് ചെയ്യാം. നിങ്ങൾ അകത്തി വെച്ചിരിക്കുന്ന ആ ഭാഗം ഇതിലോട്ട് അടുപ്പിച്ചാൽ മതി. എന്നിട്ട് ഒരു സൗണ്ടും കേൾക്കും. അന്നേരത്തേക്ക് അത് ക്ലോസായി. നല്ലതായിട്ട് മേക്ക് ഷുവർ ചെയ്യണം, അത് തിരിച്ചു പോകുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഇല്ലെങ്കിൽ എല്ലാം നമ്മൾ വിയർ ചെയ്യുമ്പോൾ അത് താഴെ പോകും. അപ്പോൾ ഇനി അടുത്ത അറ്റം നമ്മൾ ഇതുപോലെ തന്നെ ഒരു ജംപറിങ് കണക്ട് ചെയ്തിട്ട് ഓപ്പൺ ജംപറിങ് ഇതിലേക്ക് കൊളുത്തുക. എന്നിട്ട് അതിൻ്റെ ഇനി നമ്മൾ മറ്റേ അറ്റത്തുള്ള ഫിഷിൻ്റെ അറ്റത്തുള്ള റൗണ്ടില്ലേ അതിലേക്ക് കൂടി കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടി യോജിപ്പിക്കുക. മറ്റേത് യോജിപ്പിച്ച പോലെ തന്നെ യോജിപ്പിച്ചെടുക്കുക. ക്ലോസ് ചെയ്യുക, ജംപറിങ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് മേക്ക് ഷുവർ അത് നല്ലതായിട്ട് ക്ലോസ് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഇനി ഇത് കയ്യിൽ കിടക്കാൻ പാടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെയിനിൻ്റെ സെൻറ്ററിൽ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ഈ നെയിൽ കട്ടറോ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള കണ്ണികളുണ്ടെങ്കിൽ അതെടുത്ത് കളയുക. നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഡാമേജ് ജംപറിങ് എടുക്കുക, ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ മറ്റേ അറ്റത്തിൽ ആ ചെയിനിൻ്റെ മറ്റേ അറ്റമില്ലേ അതിലേക്ക് നമ്മൾ കൊളുത്തുക.
ഇപ്പോൾ ഇച്ചിരി കൂടുതൽ ഓപ്പൺ ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ കൊളുത്തിയിട്ട് അപ്പോൾ ഇതിങ്ങനെ കൊളുത്തി ഇതിനെ എല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് നമ്മൾ ക്ലാസ്പ് കൊളുത്തെടുത്തിട്ട് കൊളുത്തിൻ്റെ ആ അറ്റത്തുള്ള റൗണ്ടില്ലേ അതിലേക്ക് നമ്മൾ ഓപ്പൺ ജംപറിങ്ങിൻ്റെ ലോട്ട് കോർത്തെടുക്കുക. അപ്പോൾ ഓപ്പൺ ജംപറിങ്ങിൽ ക്ലാസ്പും ഉണ്ട് ചെയിനും ഉണ്ട്. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. അത് നല്ലതായിട്ട് ക്ലോസ് ചെയ്യുക. മേക്ക് ഷുവർ ഇറ്റ്സ് കണക്റ്റഡ് പ്രോപ്പർലി. എന്നിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഗതികൾ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ അറ്റം ഇച്ചിരി കൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമുക്ക് ഒരു സംഗതിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഒരു ചെറിയ ക്രിസ്റ്റലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിപ്പം ഇച്ചിരി കൂടി ഒരു ശകലം നീളം ഇച്ചിരി കൂടി കൂടുതലുണ്ട്, ഒരു 2-3 കണ്ണി കൂടുതലുണ്ട്. അത് നമുക്ക് അത്രയും വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ. ഏത് കണ്ണിയാണോ നമുക്ക് കംഫർട്ടബിൾ ആ കണ്ണിയിലോട്ട് കൊളുത്തുക. എന്നിട്ട് ഇനി നമ്മൾക്ക് ആ ചെയിനിൻ്റെ അറ്റത്തൊരു മുത്ത് തൂക്കിയിടാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ പിന്നിലോട്ട് ഒരു പർപ്പിൾ കളറിലെ ബീഡ്, ഇഷ്ടമുള്ള ബീഡ് നിങ്ങൾക്ക് കോർത്തിട്ട് അത് താഴേക്ക് ശരിക്കും വലിച്ചു പിടിച്ചിട്ട് ഇനി നമ്മൾ റൗണ്ട് നോസ് പ്ലെയർ എടുത്ത് ആ മുത്തിൻ്റെ തൊട്ടടുത്തായിട്ട് അത് പിടിച്ചിട്ട് അത് തൊടേണ്ട ആവശ്യമില്ല. അപ്പോൾ തൊട്ടടുത്തായിട്ട് പിടിച്ചിട്ട് അത് 90 ഡിഗ്രി ആംഗിളിൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ സൈഡിലോട്ടല്ല, നമ്മുടെ പുറത്തേക്ക് നമ്മൾ പിടിച്ചിരിക്കുകയാണല്ലോ, അത് 90 ഡിഗ്രി ആംഗിളിൽ വളച്ചെടുക്കുക. എന്നിട്ട് ആ കമ്പിയിൽ തന്നെ ഒരു 1/4 ഇഞ്ച് ആ കമ്പിയിൽ വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയണം. ബാക്കി നമ്മൾ അത് കട്ട് ചെയ്ത് കളയാം. 1/4 ഇഞ്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന കമ്പിയിൽ വേണം, ബാക്കി നമ്മൾ കളയുക. ഉണ്ട്, ഇതേപോലെ വരണം. ഇതേപോലെ വന്ന് മുത്തേൽ ശരിക്കും പിടിച്ചുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് നിന്ന് നമ്മുടെ സൈഡിലോട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ തിരിച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ല ഭംഗിക്ക് വന്ന് അപ്പോൾ ആ മുത്ത് ആദ്യമേ നമ്മൾ വളച്ച് സൈഡിലോട്ട് കൊണ്ടുവന്ന് തൊടിച്ചാൽ മതി. ഞാൻ ഫുള്ള് തൊടിയിക്കുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വളവുണ്ടല്ലോ, നമ്മൾ 90 ഡിഗ്രി തിരിച്ച് അതിലോട്ടാണ് നമ്മൾ കൊണ്ടുവന്ന് വെക്കേണ്ടത്. പക്ഷെ നമുക്കിനി ഇത് കൊളുത്താനുള്ളതുകൊണ്ട് ഒത്തിരി ക്ലോസ് ആയിട്ട് കൊണ്ടുവരുന്നില്ല. എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മൾ ആ അറ്റത്തിൽ കൊളുത്തണം. നല്ല ഭംഗിയായിരിക്കും. നമ്മൾക്ക് അതിങ്ങനെ ചെറുതായിട്ട് ഡാങ്കിൾ ചെയ്ത് കിടക്കും. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക, നല്ലതായിട്ട് ക്ലോസ് ചെയ്യുക. ഇതുപോലെ നല്ലതായിട്ട് മേക്ക് ഷുവർ ചെയ്യുക അത് ക്ലോസ് ആയെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അപ്പോൾ നല്ല കണ്ട ബ്യൂട്ടിഫുൾ ഡാംഗ്ലിങ് സ്റ്റഫ് ഓൾസോ റെഡി. അപ്പം നമ്മളുടെ ഇത് എല്ലാം റെഡിയായി. ഇനി ഇത് നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് ഇടാനായിട്ട് ഞാനൊരു ഇതും കൂടി പറയാം. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ കമ്പി സ്ലൈഡ് ഉണ്ടായിരിക്കുമല്ലോ. ആ കമ്പി സ്ലൈഡ് ഇതിൻ്റെ അറ്റത്തോട്ട് റൗണ്ട് ഒറ്റക്കണ്ണിയില്ലേ അതിലേക്ക് നമ്മൾ കോർത്തെടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റം നമ്മൾ കയ്യിൽ പിടിക്കുക. എന്നിട്ട് ഒരു വശം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ അറ്റത്ത് വരെ ഇതേപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി നമ്മൾ ഇതിൽ ക്ലാസ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് കൊളുത്തുക. എന്നിട്ട് ആ കമ്പി സ്ലൈഡ് ഇങ്ങനെ താഴോട്ട് ആ നിലത്തോട്ട് കുത്തിയിട്ട് ഇങ്ങനെ കുത്തിക്കഴിയുമ്പോൾ അത് കമ്പി സ്ലൈഡ് ഊരി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ബൈ ബൈ നൗ.